चांद हो या आफताब हो, जो भी हो तुम खुदा की कसम लाजवाब हो। 14वीं का चांद हो या आफताब हो, जो भी हो तुम खुदा की कसम लाजवाब हो। 14वीं का चांद हो। ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മെയ്റ്റ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒനിയൻ റിങ്സ് ആണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു വൈകുന്നേരത്തേക്കുള്ള ചായക്ക്, അതല്ലെങ്കിൽ നോമ്പ് തുറക്കാനൊക്കെ ഏറ്റവും സൂപ്പറായിട്ടുള്ളൊരു ഡിഷാണത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സവാള എടുക്കുമ്പോൾ മാക്സിമം വലുത് നോക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വലിയ വലിയ റിങ്സ് ആക്കി നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഇതുപോലുള്ള ഈ 2 ഇപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്തത് നിങ്ങൾ കാണുന്നുണ്ടാവും. അതായത് 2 പിന്നെ ഉള്ളിൽ തന്നെ 2 സർക്കിൾ പോലെയാണ് വരുന്നത്. അപ്പോൾ മാക്സിമം ഒറ്റ കോൺസെൻട്രിക് സർക്കിൾ പോലെ വരുന്ന അങ്ങനെ ലെയർ ആക്കി കിട്ടുന്ന രീതിയിലുള്ളത് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. നമുക്ക് കൂടുതൽ നല്ല സർക്കിളായിട്ടുള്ളത് നമുക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ ഇവിടെ എനിക്ക് ഞാൻ സർക്കിളായിട്ടുള്ളതും പിന്നെ അതുപോലെ വേറെ പല ഷേപ്പിലുള്ളതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് തന്നെ അങ്ങനെ തന്നെ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ പിന്നെ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മൈദപ്പൊടിയാണ്. അതായത് നമ്മൾ സാധാരണ മൈദ, ആ മൈദ ഒരു കപ്പ് ഏകദേശം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ എനിക്കറിയില്ല എത്രത്തോളം ഇപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്ന ഈ ബാറ്റർ എത്ര അളവുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു കപ്പിനനുസരിച്ചുള്ള രീതിയിലാണ് ഞാൻ അളവ് എടുക്കുന്നത്. അതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം നമ്മുടെ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തു. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി മാത്രമാണ് ചേർത്തത്. അല്ലാതെ ചേർക്കരുത് മുളക് പൊടി. കൂടിക്കഴിഞ്ഞാൽ നമ്മളെ ഇതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോകും. അപ്പോൾ മുളക് പൊടി എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് മാത്രം ഒരു മിനിമം ലെവലിൽ മാത്രം ചേർക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മാവ് തയ്യാറാക്കുക. അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് കറക്റ്റ് ആ ഒരു കുഴമ്പ് രൂപത്തിൽ എന്താ പറയുക, കുറച്ചൊരു വെള്ളം പോലെ നമുക്ക് മുക്കിയെടുക്കാനുള്ള രൂപത്തിലുള്ള ആ ഒരു പരുവത്തിലേക്കാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. ഇനി ഞാനിപ്പോൾ ഇതിൽ കുറച്ച് മല്ലിയില മിക്സ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതുവരെ ആരും ചെയ്തത് ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം നമ്മൾ ചെയ്യാറുണ്ട് സാധാരണ. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് ജസ്റ്റ് ഒരു മല്ലിയിലയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് പൊടിയോ അതല്ലെങ്കിൽ റസ്കിൻ്റെ പൊടിയോ ആണ്. റസ്കിൻ്റെ പൊടിയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. ബ്രെഡിൻ്റെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ അതൊന്നുകൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ സാധനം നമ്മുടെ ഈ ഒനിയൻ റിങ്സ് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ റസ്ക് പൊടിയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ബ്രെഡ് പൊടി ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്. അതാ കണ്ടില്ലേ, നമ്മുടെ ഒനിയൻ അതിലേക്ക് ഇടുക. അത് കൈകൊണ്ട് ചെയ്യുന്നതിലേറെ നല്ലത് സ്പൂൺ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നല്ലത്. സ്പൂൺ ഉപയോഗിച്ച് ജസ്റ്റ് മുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു റസ്കിൻ്റെ പൊടിയിലേക്ക് ഇടുക. എന്നിട്ട് കൈകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ആ മാവ് പിന്നെ ആയിട്ട് നമ്മൾ ആ റസ്ക് പൊടി നമ്മളെ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഇങ്ങനെയായിരുന്നു. പിന്നീടാണ് ഞാൻ സ്പൂൺ ഉപയോഗിച്ച് ട്രൈ ചെയ്തത്. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലേറ്റ് ഫുള്ളായിട്ട് അതായത് റിങ്സിൻ്റെ ആകൃതിയിലുള്ള എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. മറ്റേത് പിന്നെ നമുക്ക് ലാസ്റ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഏതെങ്കിലും ചട്ടിയോ അല്ലെങ്കിൽ പാനോ എന്തെങ്കിലും അടുപ്പത്ത് വെച്ചതിന് ശേഷം ഓയിൽ ചൂടായതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ കളറ് ശ്രദ്ധിക്കണം, വല്ലാതെ ഓവറായിട്ട് കളറ് ഡാർക്ക് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കരിയാതിരിക്കാനും ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഒനിയൻ ആയതുകൊണ്ട് പെട്ടെന്ന് അത് വേവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പിന്നെ എന്താ പറയുക, ഫുൾ വേവ് വരാത്ത രൂപത്തിൽ അധികം ലേറ്റ് ആവാതെ തന്നെ പെട്ടെന്ന് എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലേ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ.
ഓക്കെ, അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഈ ഒരു കളറാണ് കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലായി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ ആ ഫ്ലേവറിൻ്റെ ഒക്കെ ആ ഒരു ഇത് പോകും, ആ ഒരു ടേസ്റ്റ് പോകും. നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെയൊക്കെ അതൊക്കെ പോയിട്ട് ഓവറായിട്ട് ഇതായി കഴിഞ്ഞാൽ അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഒനിയൻ റിങ്സ്, കിഡിലൻ ഒനിയൻ റിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, കിടു സാധനമാണ്. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരൊറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ, നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അധികം സമയം വയ്ക്കാതിരിക്കുക. ഉണ്ടാക്കി ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ കഴിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ക്രിസ്പിനെസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ക്രിസ്പിയാണ് സംഭവം, കറുമുറു നല്ല ടേസ്റ്റാണ് സംഭവം. അപ്പോൾ നോമ്പ് തുറക്കാനും അല്ലെങ്കിൽ 4 മണി പലഹാരത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും നോമ്പായതുകൊണ്ട് നമ്മളെ ചെക്കനാണ് അത് തിന്നത്. ഏതായാലും ഈ ഒരു പ്ലേറ്റിൽ 3/4 ഭാഗം അവൻ തന്നെ കഴിച്ചു. പിന്നെ ഞങ്ങൾക്ക് നോമ്പ് തുറക്കാൻ സമയത്ത് നമ്മുടെ പിന്നെ റിങ്സിൻ്റെ ആകൃതി അല്ലാത്ത സാധനങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതലും കിട്ടിയത്. കാരണം ഇവൻ ഒരുവിധമൊക്കെ തീരുമാനമാക്കി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ ഒന്ന് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി വെക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ഉപകാരപ്രദമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ചെയ്യുക നിങ്ങൾ. ഓക്കെ.